Hi guys, welcome back to the life of Nika. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഇവിടെ മെമ്മോറിയൽ ഡേ വീക്കെൻഡാണ്. ഇന്ന് സൺഡേ. നാളെ ഞങ്ങൾക്ക് ഓഫില്ല അല്ലേ, ഹോസ്പിറ്റലിൽ ഓഫില്ല. ബാക്കിയുള്ളവർക്കും നാളെ ജോലിയില്ല, പക്ഷെ നമുക്കുണ്ട്. മെമ്മോറിയൽ ഡേ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ മൺഡേ, ഇതിപ്പം സൺഡേയിലാണ് ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മൺഡേയിൽ എല്ലാവർക്കും ജോലി ഓഫാണ്. അപ്പം നമുക്ക് ജോലിയുണ്ട് ഹോസ്പിറ്റൽ. ഞാനിതല്ലേ ഇപ്പോൾ പറഞ്ഞത്. ഞാനൊരിക്കൽ കൂടെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഓക്കെ, ഒരു ഫ്ലോ ഞാൻ പറയാം. സോ മെമ്മോറിയൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ അമേരിക്കയിൽ മിലിറ്ററി ആൾക്കാർ, മരിച്ചു പോയ ആൾക്കാർ നമ്മൾ ഒരു മെമ്മറി കൊടുക്കുക, അവരെ ഓർക്കുന്ന. അതുകൊണ്ട് ഇന്ന് ആൾക്കാർ സാധാരണ ട്രഡീഷനായിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ ബാർബിക്യൂ ചെയ്യാൻ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി, അത് എന്താണെന്ന് കാണിച്ച് തരാം. ഞങ്ങൾ ബാർബിക്യൂവിന് ഞങ്ങളുടെ വകയായിട്ട് ബേക്ക്ഡ് ബീൻസ് ആൻഡ് പാസ്ത സാലഡ് കൊണ്ടുപോവുക. അപ്പോൾ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജീപ്പിൻ്റെ ഗ്രാൻഡ് ചെറോക്കി എന്ന് പറയുന്ന വണ്ടിയാണ്. ചോദിച്ചില്ല, പക്ഷെ എന്നാലും പറയേണ്ടത് നമ്മുടെ കടമ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവനൊക്കെ എന്തിനീ ഇതൊക്കെ പറയുന്നത്. ജീപ്പിന്റെ ആട് അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്കങ്ങ് കയറ്റിയിടല്ലേ. അതെ, നമ്മൾ സ്വന്തം വീടാണെന്ന് കരുതി നമ്മളങ്ങ് കയറ്റിയിടുക. ഞങ്ങളിവിടെ വന്നത് അവരെ പണിയെടുപ്പിക്കാനാണ്. സത്യം പറഞ്ഞ ഇവിടെ മെമ്മോറിയൽ ഡേ വീക്കെൻഡ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ഇവിടെ വന്നിട്ട് പണിയെടുപ്പിക്കുന്ന ഓണർ ആയിരിക്കും. ഇവിടെ പണിയെടുത്ത് കൈ മുറിഞ്ഞ് ബാർബിക്യൂവിന്റെ ഇടയ്ക്ക് ചോര വീടും. അതെനിക്കും അറിയത്തില്ല, ഞാൻ നോക്കിയപ്പോ ചോര വരും. കൈക്ക് ആ ബാൻഡേഡ് കണ്ടപ്പോ ഒരു കൊതി, ഒരെണ്ണം കൂടെ തരുമോ? നല്ല ബാൻഡേഡ് കണ്ടപ്പോൾ നിങ്ങൾക്കറിയില്ല എന്റെ ഈ വേദന, നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ക്യാമറ ഓൺ ആക്കിയപ്പോ മുടിയൊക്കെ നേരെയാക്കി. എന്തിനാണോ കല്യാണം കഴിഞ്ഞ അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഞങ്ങൾ പിടിക്കത്തില്ല, സോറി. അപ്പം നമ്മുടെ ബാർബിക്യൂ നമ്മളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷാലോം ആണ് ഇവിടെ റെഡിയാക്കുന്നത്. ഓ, ബാർബിക്യൂ അങ്ങനെ കിടന്ന് തിളക്കിയ ചിക്കനും പിന്നെന്തോടാ ഇത് പോർക്ക് റിബ്സ്. അങ്ങനെ ഫുഡ് റെഡിയാവാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഗെയിംസ് കളിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഗെയിംസ് എന്തൊക്കെയാണെന്ന് കണ്ടോ. പമ്പിങ്, ഡീലിംഗ് പടയേറ്, ഇംഗ്ലീഷ് I don't care. I don't know. This channel alla, but still welcome to my YouTube. Welcome to my channel. Welcome to my YouTube channel. എന്തുവേണേലും പറയാൻ പറ്റുമോ? സൺഡേ ആയി, സൺഡേ തീരാറായി. നാളെ നിക്കിക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ജോലിയില്ല. അതുകൊണ്ട് നിക്കി ഇനി മാക്സിമം 2 hours ഒക്കെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇതാണ് എൻ്റെ പ്രിയവരൻ. എൻ്റെ പേര് നിക്കിയാണ്. സോ നമ്മളിപ്പം മെയിൽ നിക്കിയും ഫീമെയിൽ നിക്കിയും അങ്ങനത്തെ ഡിഫറൻസിയേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
ഇതൊക്കെ കട്ട് ചെയ്ത് കളയണേ. ഞാൻ തന്നെ ഉണ്ടോ വേണ്ട. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പറയുന്നത്? എല്ലാം cut ചെയ്യാൻ പോണം. എന്നെ കട്ട് ചെയ്യാൻ പോവാ. ഹായ്. ഹലോ. അങ്ങനെ നീ പറയണോ? Then we moved on to playing charades with Malayalam movie titles. രണ്ടാമത്തെ ആള് സുരേഷ് ഗോപി അല്ല വേറൊരാളും കൂടെ. ജഗതിയുണ്ട്. ജഗദീഷ് ശ്രീനിവാസൻ. ഡയറക്റ്റ് ചെയ്താണോ ആദ്യത്തെ പതുക്കെ ഓരോന്ന് റെഡി ആയിരിക്കുന്നു. ചിക്കൻ, കോൺ, റിബ്സ്. എല്ലാവരും ഫുഡ് എടുക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊന്ന് പണി പാളിയായിരുന്നു ഇടയ്ക്ക്. അങ്ങോട്ട് വെളിയിൽ നോക്കിയപ്പം നല്ല തീ കത്തിക്കൊണ്ടിരിക്കുന്ന ചിക്കനും ഹോട്ട് ഡോഗും. സെക്കൻഡ് ബാച്ച് മെമ്മോറിയൽ ഡേ ആയിട്ട് അരക്കിലോ ഹോട്ട് ഡോഗ് വേണോ? നല്ല ഹോട്ട് ഡോഗ്. ഹണി ഫുഡ് നല്ല സൂപ്പർ ഫുഡ്. പ്രത്യേകിച്ച് ഈ പാസ്ത സാലഡ് അത് നമ്മൾ ഉണ്ടാക്കിയത്. അത് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയതുകൊണ്ട് അത് എന്തൊരു ടേസ്റ്റ് ഡേ. പിന്നെ ഞാൻ അമേരിക്ക വന്നാലും ഞാൻ കൈ കൊണ്ടേ കഴിക്കാറുള്ളൂ. കാര്യം എനിക്ക് ഫോർക്ക് ഇരിപ്പുണ്ട്. അത് നമ്മൾ ഭംഗിക്ക് വെച്ച് കഴിയിട്ട് കഴിക്കുവാണല്ലോ. ഞാൻ കൈ കൊണ്ടേ കഴിക്കാറുള്ളൂ. നമ്മൾ നാട്ടിലെ ചോറൊക്കെ തിന്നുന്ന രീതിയിൽ ഞാൻ അങ്ങ് കഴിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഞങ്ങൾ ഇച്ചിരി പാട്ടും ഡാൻസും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരുമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന. നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചൂരിൽ ഗാനം നൽകി ഒന്ന് പാടൂ നാട്ടുമൈനേ. അപ്പോൾ ഗൈസ് മെമ്മോറിയൽ ഡേ ആഘോഷിച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്ത പാർട്ടിയായിട്ട് കാണാം അല്ലേ? അപ്പോ നമ്മൾ എന്താണ് മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം? അപ്പോ ഗുഡ് നൈറ്റ്, ബൈ.